ദുർഗാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ പൂജ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം 14 വർഷത്തോളമായി. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ്. അതിന് ഒരുപാട് അനുഭവങ്ങളും ഉണ്ട്. അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് ആശ്രയമായി എത്തുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പല പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ വന്നതിന് ശേഷം കുട്ടികളില്ലാത്ത കുടുംബിനികൾ ഏകദേശം 9 വർഷം 10 വർഷമായിട്ട് കുട്ടികളില്ലാതെ അമ്മയെ മനസ്സിരുത്തി വിളിക്കുകയും ഇവിടെ വന്ന് വഴിപാട് കഴിക്കുകയും ചെയ്തിട്ട് കുട്ടികളുണ്ടായ ചരിത്രമുണ്ട്. അതേപോലെ കടക്കെണിയിൽപ്പെട്ട് വീട് പോലും ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം മാറി ഒരു ലോട്ടറി അടിക്കുന്ന രീതിയിൽ ധനം വന്ന കഥയും ഉണ്ട്. അപ്പോൾ ഈ 14 വർഷം കൊണ്ട് എനിക്കും ഇതുപോലെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുകയും അമ്മ ഒപ്പമുണ്ട് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ആലമറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു നാടിൻ്റെ രക്ഷാകവചമായിട്ട് അമ്മ നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പലപ്പോഴും ഞാൻ ഇവിടെ വരുന്ന ഭക്തരോട് പറയാറുണ്ട്, നമ്മുടെ ആവലാദികളും സ്ഥിരമായി വന്ന് ആവലാദികളുടെ പാണ്ടക്കെട്ട് അഴിച്ചു വയ്ക്കാതെ നിസ്വാർത്ഥമായ ഭക്തി ഒന്നും ആശ്രയിക്കാതെ അമ്മയിൽ ശരണം പ്രാപിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല, ഒരു സംശയവുമില്ല. ആലമറ്റത്തമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്സവം 8 ദിവസത്തെ ഉത്സവം, അതിൽ 8 ദിവസവും കളമെഴുത്തും പാട്ടും അത് വിശേഷപ്പെട്ടൊരു വഴിപാടാണ്. കൊല്ലത്തിൽ ഉത്സവകാലത്ത് മാത്രം നടക്കുന്ന ഒരു വഴിപാടാണ്. അഭീഷ്ടകാര്യസിദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ്. അതിൻ്റെ അവസാന ദിനമാണ് താലപ്പൊലി, പുലയരുടെ താലപ്പൊലി. അതും അമ്മയുടെ ഇഷ്ട വഴിപാടാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. എല്ലാം കൊണ്ടും ഉത്സവം കഴിഞ്ഞ ഈ അവസരത്തിൽ ഏറ്റവും സംപ്രീതിയായി നിൽക്കുന്ന അമ്മയുടെ ഈ ഒരു സന്നിധിയിൽ അമ്മയെക്കുറിച്ച് 2 വാക്ക് പറയാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനാണ്. ഞാൻ ശ്രീകാന്ത് നമ്പൂതിരി, ഇവിടെ ചെറുവള്ളി സ്വരൂപം മനയിലെ ശ്രീകാന്ത് നമ്പൂതിരിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആലമറ്റം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇത് എൻ്റെ ഇല്ലം വക ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു 1000-ന് മുകളിൽ പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. 1000-ന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ശരിക്കും ചെറുവള്ളി സ്വരൂപം ഇല്ലക്കാർ ഞങ്ങൾ കണ്ണൂർ ദേശത്തു നിന്ന് വന്നേക്കുന്ന ആൾക്കാരാണ്. അവിടെ ചെറുകുന്നിലമ്മ ഒക്കെ ഞങ്ങളുടെ സാളഗ്രാമത്തിലുണ്ട്. ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ ആദ്യം ചേർത്തല ഭാഗത്താണ് വന്നത്. ചേർത്തലയിൽ നിന്നാണ് ഈ തിരുത്ത ദേശത്തേക്ക് വന്നേക്കുന്നത്. ഈ ആലമറ്റം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന ദേവത. ദുർഗയും ഭദ്രകാളിയും ഒരേ സങ്കല്പത്തിലാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് 8 ദിവസത്തെ മുടിയേറ്റും കളയെഴുത്തും പാട്ടും, 8 ദിവസത്തെ കളയെഴുത്തും പാട്ടും, അതിൽ തന്നെ മുടിയേറ്റ്, അങ്ങനെയൊക്കെയാണ്. താലപ്പൊലി, തന്ത്രി അന്നമനയുടെ കല്ലൂരില്ലത്തെ കാശാങ്കോട്ടമ്മന, അവരാണ് ക്ഷേത്രം തന്ത്രി. നിത്യവും 2 നേരം പൂജ, മണ്ഡലകാലത്ത് ദേശവിളക്ക്, പിന്നെ ഈ സമയത്ത് ഇവിടെ 8 ദിവസത്തെ കളമെഴുത്തും പാട്ടും മുടിയേറ്റ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവവും വിശേഷങ്ങൾ. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട കഥ എന്ന് പറയുന്നത്, ഇവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ആൾക്കാർ ഈ പ്രദേശത്ത് കാവല കിടക്കുമ്പോൾ ഇവിടെ വന്യജീവികളുടെ ആക്രമണം പണ്ടുണ്ടാവാറുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് കാട്ടുപന്നി അങ്ങനെയൊക്കെയുള്ള ഇവിടെ പുത്തമേൽക്കര അടുത്ത് മാനാഞ്ചേരി കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കാട്ടുപന്നികളുടെ ആക്രമണമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതിൽ നിന്നും
ഈ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടും പിന്നെ രാത്രി കാവൽ കിടക്കുമ്പോൾ അങ്ങനെ ഒരു അഭയം എന്നുള്ള രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ.